അവിടെ തീ കാണാം. അവിടെ തീ നമുക്ക് വിദൂര ദൃശ്യങ്ങളിൽ തീ കാണാം. തീ പൂർണ്ണമായും കെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും പൊട്ടുന്നതിന് ശബ്ദം കേൾക്കാം. അവിടെ തീ കാണാം. അവിടെ തീ നമുക്ക് വിദൂര ദൃശ്യങ്ങളിൽ തീ കാണാം. തീ പൂർണ്ണമായും കെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിലെ വിരുദനഗർ എന്ന പ്രദേശത്ത് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചിട്ട് 25 പേരും മരിച്ചത്. അവരുടെ ശവമടക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, കടുത്ത വേനലാണ് നാട് മുഴുവൻ, രാജ്യം മുഴുവൻ. കേരളത്തിലാണെങ്കിൽ പലയിടത്തും 40 ഡിഗ്രിക്ക് മേൽ ചൂടാണ്. ആ ഒരു ഘട്ടത്തിലാണ് നമുക്ക് മലയാളിക്ക് തൃശ്ശൂർ പൂരം എന്നൊക്കെ പറഞ്ഞ വലിയ അഹങ്കാരമാണ്, ആഘോഷത്തിൻ്റെ വലിയ നാളുകളാണ്, അഭിമാനമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വലിയ അപകടങ്ങളും കൂടെ ഇത്തരം ആഘോഷങ്ങൾക്ക് പുറകിൽ പതിയിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇനിയും നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വലിയ കഷ്ടമായി തോന്നുന്നത്. എത്രയെത്ര പേരാണ് ഒരു വർഷം ഇത്തരം അപകടങ്ങളിൽ പൊലിഞ്ഞു തീരുന്നത് എന്നുള്ളത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഇത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കടുത്ത വേനൽ ചൂടലിൽ നോക്കൂ, യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ ഉണ്ടെന്ന് നമുക്ക് ആ പ്രദേശം കണ്ടാൽ തോന്നുന്നില്ല. ഒരു പാടശേഖരത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് അവിടെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഒരു വണ്ടിക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ഫയർ എഞ്ചിൻ പോലും വളരെ ദൂരെ നിന്നാണ് അവിടേക്ക് വെള്ളം അടിച്ചു ചീറ്റുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയില്ല. 3-4 പേര് ഇതിനകം മരണപ്പെട്ടു എന്നാണ് വാർത്താ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന ഈ മരുന്നുമണി സാമഗ്രികൾക്കാണ് തീ പിടിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതിൻ്റെ നിജസ്ഥിതി അറിയില്ല. എന്തായാലും മഹാ കഷ്ടമാണ് കേട്ടോ. ഇതെല്ലാം ഒരു സുരക്ഷാ ക്രമീകരണമില്ലാതെയും ഇതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി മെഷേഴ്സൊക്കെ ഇല്ലാതെയാണോ അവരോട് അതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. കടുത്ത വേനലാണെന്നറിയാം. നമുക്ക് ഏത് സാധനവും തീ പിടിക്കാവുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ. അതിനെന്ത് ക്രമീകരണമാണ് നമ്മുടെ അതിനു വേണ്ട ബന്ധപ്പെട്ട അധികാരികൾ എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഈ ദേവസ്വങ്ങൾ എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് എടുത്ത ആൾക്കാരെടുത്തിരുന്നതൊന്നും നമുക്കറിയില്ല. നിത്യം ജീവിതത്തിന് വേണ്ടി ഒരു ദിവസം കൂലിക്ക് വേണ്ടി പണിയെടുത്തിരുന്ന കുറേ മനുഷ്യരാണ് ഇന്നില്ലാതായത് എന്നുള്ളൊരു സങ്കടകരമായ ഒരവസ്ഥയുണ്ട്. അല്ല, വീറും വാശിയോടും കൂടി തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് 2 ദേവസ്വങ്ങളും മത്സരിച്ച് നടത്തുന്ന സാമ്പിൾ വെടിക്കെട്ടായാലും ഒറിജിനൽ വെടിക്കെട്ടായാലും കണ്ടും രസിക്കാനായിട്ട് 10,000 തടിച്ചുകൂടും. ആ തടിച്ചുകൂടുമ്പോൾ നമ്മളൊക്കെ മറന്നു പോകുന്നത് ഇതിൻ്റെ പുറകിൽ അപകടകരമായ ഒരു അവസ്ഥയും കൂടി ഉണ്ടെന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ മതങ്ങളിലും പെട്ട ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ച് ഇത്തരം വെടിക്കെട്ടുകളൊക്കെ സംഘടിപ്പിക്കും. അതിന് എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നിയന്ത്രണങ്ങളുണ്ട് എന്ന് പറയും സർക്കാർ തലത്തിൽ. പക്ഷേ അതിനെ മറികടന്നുകൊണ്ടൊക്കെ എന്തെങ്കിലും വിധത്തിൽ ഇവർ ഈ പരിപാടി അവതരിപ്പിക്കാതിരിക്കില്ല. കാരണം അത് വലിയ തോതിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കും. വലിയ തോതിൽ അതൊരു മാർക്കറ്റിംഗ് ആണ്. അത് ആ ഉത്സവത്തിനൊരു പകിട്ടേകും. ഇതുകൊണ്ടൊക്കെ തന്നെ ഇത് തുടർന്നു വരുന്നു. ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാനായിട്ട് ഒരു സർക്കാർ മുതിരില്ല. കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ അല്ലെങ്കിൽ ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മതവിഭാഗങ്ങളോ അല്ലെങ്കിൽ സംഘടിത സമൂഹങ്ങളോ ഒക്കെ ആയിരിക്കും. അവരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വോട്ടേഴ്സ് ബാങ്ക് ആയിരിക്കും. അവരെയൊക്കെ ഭയന്നുകൊണ്ട് തന്നെ ഇവർ കണ്ണടയ്ക്കും. തൽക്കാലം അപകടം പറ്റിയവർക്കോ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കോ ഒക്കെ കുറച്ച് പണം കൊടുത്ത് നഷ്ടപരിഹാരം കൊടുത്ത് അതവിടെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് പതിവ്. അത് തുടർന്നുകൊണ്ടേയിരിക്കാനാണ് സാധ്യത. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെ അപകടകരമല്ലാത്ത ഈ വെടിക്കോപ്പുകളോ കാഴ്ചകളോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരല്പം മാറി ചിന്തിക്കാനായിട്ട് ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്നൊരു ചെറിയ അപേക്ഷയുണ്ട്. നമുക്ക് നമ്മുടെ വെടിക്കെട്ട് നിർമ്മാണ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറേ രാസവസ്തുക്കളുണ്ട്. പ്രത്യേകിച്ചും പൊട്ടാസ്യം ക്ലോറൈറ്റ്, ബേറിയം നൈട്രേറ്റ്, മെർക്കുറി, ആൻറ്റിമണി തുടങ്ങിയവയൊന്നും ഉപയോഗിക്കാനേ പാടില്ല. അതെല്ലാം നിരോധിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ തൃശ്ശൂർ പൂരത്തിന് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് കുഴിമിന്നൽ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആകാശത്തോളം പോയി അങ്ങനെ വലിയ ശബ്ദത്തിൽ പൊട്ടുന്നതാണ്. അതിനൊക്കെ ദൂരപരിധികൾ വളരെ കർശനമായി പാലിക്കേണ്ടതാണ്. പിന്നെ അമിട്ടാണ്, ആകാശത്ത് പോയിട്ട് വലിയ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ സാധാരണ കതിനയാണ് ഉണ്ടാവുക. കതിന ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന ശബ്ദം നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൽ നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെയുള്ള മാലപ്പടക്കമാണ് ഉള്ളത്. ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താതെ ചെയ്താലുണ്ടാകുന്ന അപകടങ്ങൾ വലുതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം തീയാണ്, തീയിനോട് കളിക്കരുത് എന്ന് നമുക്കറിയാം. തീയാണെന്നറിയാം, സ്ഫോടനമാണെന്നറിയാം. അത് ഒരാൾക്കൂട്ടത്തിനിടയിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ജനസഞ്ചയത്തിനിടയിലോ ചെന്നുപെട്ടാലുണ്ടാകുന്ന അപകടത്തെപ്പറ്റി നമ്മളിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി എന്തെല്ലാം തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിന് പൊതുവെ ഉപയോഗിക്കുന്നത് വെച്ചാൽ പെസോ പരിശോധന വളരെ കൃത്യമാണ്. പെസോ എന്ന് പറഞ്ഞാൽ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ നടത്തുന്ന പരിശോധന കർശനമായും പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും സുരക്ഷാ അകലം, കാണികളും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം, അതിപ്പോൾ ഈ നിർമ്മാണ സമയത്തല്ല, വെടിക്കെട്ട് നടത്തുന്ന സമയത്ത് 100 മീറ്ററോളം അകലുണ്ടായിരിക്കുന്നതാണ്.
പറയുന്ന ഈ 100 മീറ്ററൊക്കെ ഒരു സുരക്ഷാ മീറ്ററാണോ, സുരക്ഷാ അകലമാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ പെസോന്റെ അനുമതി ഈ വെടിക്കെട്ട് നിർമ്മാണ സമയത്ത് തന്നെ ആവശ്യമുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ പെസോന്റെ വിദഗ്ധമായ പരിശോധന നടത്തണമെന്നുണ്ട്. അതിവിടെ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നിർമ്മാണം നടത്തുന്ന ഓരോ ഷെഡുകളും തമ്മിൽ ഒരു മിനിമം അകലം എത്ര വേണമെന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഷെഡിൽ അപകടം ഉണ്ടായാലും മറ്റൊരു ഷെഡിൽ ചെന്ന് വീണ് അവിടെയും അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കാനാണ് പറയുന്നത്. പിന്നെ മിന്നൽ രക്ഷാ കവചം സ്ഥാപിച്ചിരിക്കണം. ഇടിമിന്നൽ പോലെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ വെടിക്കോപ്പുകളെ ബാധിക്കാൻ പാടില്ല. പിന്നെ തറയും പ്രത്യേക ആ തറ തീപ്പൊരി പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം റബ്ബർ മാറ്റുകളോ അല്ലെങ്കിൽ കല്ലും മണ്ണും കലരാത്ത തറയോ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഘർഷണം ഒഴിവാക്കാനുള്ള ഫ്രിക്ഷൻ കൺട്രോൾ ഉണ്ടാവാതിരിക്കാനുള്ള മരത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നുണ്ട്. കാരണം ഇരുമ്പ് ഉപകരണങ്ങൾ കർശനമായും നിരോധിച്ചിരിക്കണം. ഇന്നുണ്ടായ ഈ അത്യാഹിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പരിക്ക് പറ്റിയവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.